സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. കൊരിന്തോസ് 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. അപ്പൊ ഈ ജീവിതത്തിന് വേണ്ടിയുള്ള വീട്, ജോലി, വിവാഹം, ജപ്തി നടപടി മാറുക, പിന്നെ അങ്ങനെയുള്ള ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു മനുഷ്യരെക്കാളും, അത് ഉടമ്പടി എടുക്കാത്ത ആൾക്കാരെക്കാളും, ക്രിസ്തുവിനെ അറിയാത്ത ആൾക്കാരെക്കാളും നിങ്ങൾ ഹതഭാഗ്യരാണെന്നാണ്. അപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവുമായിട്ടുള്ള വഴിയാത്രയിൽ അനുഭവിക്കുന്നൊരു അനുഭവമുണ്ട്, പിന്നീട് വരുന്നൊരു അനുഭവമുണ്ട്. ഇപ്പോൾ ഉള്ളത് അറിവാണ്, പിന്നീട് വരുന്നത് എന്താണ്? ജ്ഞാനമായിരിക്കും. ഈ ജ്ഞാനം വരുന്ന അത്രയും കാലം നമ്മളെ തീഷ്ണതയിൽ പുരോഗമിക്കേണ്ടി വരും. നമുക്ക് ആദ്യം കിട്ടുന്ന അറിവാണ്. ഇപ്പം ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, അല്ലേ? അപ്പം അതിൻ്റെ അകത്ത് ഒരു അറിവുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അതിൻ്റെ അകത്തൊരു ജ്ഞാനമുണ്ട്. എന്താ കാര്യം? ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യോഹന്നാൻ 14:18 ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇപ്പൊ ഇതൊരു അറിവുണ്ട്. എന്താണ്? ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ സന്ധിക്കാതെ ഇരിക്കുകയില്ലെന്നായി പറയണത്. ഞാൻ നിങ്ങളെ സന്ധിക്കാതെ ഇരിക്കുകയില്ല. അത് കാരണം ഈശോ തന്നെ പറയുന്നുണ്ട്, ഞാൻ അവർ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ അവർ വഴിയിൽ തളർന്നു വീഴും. ഈ വചനങ്ങളെല്ലാം കൂട്ടി വായിക്കേണ്ടതാണ്. ഈശോയുടെ മൈൻഡ് സെറ്റ് അതാണ്. ഞാൻ നിങ്ങളെ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ അവർ വഴിയിൽ തളർന്നു വിട്ട ഇതെവിടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനങ്ങൾ. മർക്കോസ് 8:2 ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഇവർ 3 ദിവസമായി എന്നോട് കൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല. അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കും. ഈ വിഷയം ഈശോ തീർച്ചയായിട്ടും അഡ്രസ് ചെയ്യും. അതായത് അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്തൊക്കെ വരുന്നുണ്ട് അതിനകത്ത്? അവരെ ജോലി വരുന്നുണ്ടായിരുന്നു ഇല്ലേ? ജോലി വരുന്നില്ലേ? നിങ്ങളുടെ IELTS നിങ്ങളുടെ OET എല്ലാം അതിൻ്റെ വരുന്നുണ്ട്. എന്താ കാര്യം? ജോലി ഇല്ലെങ്കിൽ നമുക്ക് പൈസ ഇല്ലെങ്കിൽ ഭക്ഷണം മാത്രമല്ല പല കാര്യങ്ങളും ഉണ്ടാകാതിരിക്കും.
അതാണ് വെറും കൈയോടെ, അതാണ് ഞാൻ വെറും കൈ. ആ വചനം ഒന്നിട്ട് വായിച്ച്. അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ, വഴിയിൽ തളർന്നു വീണേക്കും. വഴിയിൽ തളർന്നു വീഴും. അപ്പൊ ഒരു കാര്യം സത്യമാണ്, വഴിയിൽ തളർന്നു വീഴാത്ത നടപടിക്രമങ്ങൾ അത് എമർജൻസി നമ്മുടെ ഫസ്റ്റ് എയ്ഡ് പോലെ നമുക്ക് കിട്ടും. ഉടമ്പടിയിൽ അത് നടന്നു, ഫസ്റ്റ് എയ്ഡ് കിട്ടിയിരിക്കും. പക്ഷെ നിങ്ങൾ പല ആൾക്കാരും ഫസ്റ്റ് എയ്ഡിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ ക്രിസ്തുവിലെ നങ്കൂരം ഉറപ്പിക്കുന്നത്. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വായിച്ചത്, നിങ്ങൾ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്, ജോലിക്ക് വേണ്ടി മാത്രമാണ്, വിവാഹം ഒക്കാൻ വേണ്ടി മാത്രമാണ്, വീടിന് ലോൺ പാസ്സാകാൻ വേണ്ടി മാത്രമാണ്, രോഗം സുഖപ്പെടാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ. അതാണ് യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ വിഷയം മാറും. വേറെ ആരിലും പ്രത്യാശ വയ്ക്കണവരല്ല യേശുക്രിസ്തു പ്രത്യാശ വയ്ക്കുന്നവർ. അത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തു പ്രത്യാശ അർപ്പിച്ചെങ്കിൽ, ഈ ജീവിതത്തിന് വേണ്ടി ഓരോരോ ദൈവസങ്കല്പങ്ങളിൽ പ്രത്യാശ അർപ്പിച്ച മനുഷ്യരെക്കാളും നിങ്ങൾ ഹതഭാഗ്യവാന്മാരാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? യേശുക്രിസ്തു പ്രത്യാശ അർപ്പിക്കുന്നവരെ എന്ത് ചെയ്യണം? അതിൻ്റെ സെക്കൻഡ് ഓപ്ഷനിൽ എന്ത് ചെയ്യണം? നിത്യതയ്ക്ക് വേണ്ടി യേശുവിൽ പ്രത്യാശ അർപ്പിക്കണം. ഓർത്ത് ശരിയല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ക്രിസ്തുവിന് എപ്പോഴും വിഷയമെന്ന് പറയണത് രണ്ട് കാര്യങ്ങൾ. ഈശോ ലോകത്തിലെ കാര്യങ്ങൾ രണ്ടായിട്ട് ഈശോ തിരിക്കും. ഈ ജീവിതത്തിന് വേണ്ടിയുള്ളതും നിത്യജീവിതത്തിന് വേണ്ടിയുള്ളതും. അതിന് ഈശോ പറഞ്ഞ എന്താണ്? പിതാവിൻ്റെ കാര്യമെന്ന് പറയും, പിന്നെന്ത് പറയും? മാനുഷിക കാര്യങ്ങളെന്ന് പറയും. കാര്യങ്ങൾ ഉണ്ട് ഈശോയ്ക്ക്, പക്ഷെ രണ്ടായിട്ട് തിരിക്കും. അമ്മയോട് ഈശോ എന്താ പറയണത്? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം. ലൂക്ക 2:49. ലൂക്കാ സുവിശേഷം 2:49. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങളെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാം. ഔഷപിതാവിനും ഒരു സെക്കൻഡ് നോളജ് ഉണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. ഫസ്റ്റ് നോളജ് അമ്മയ്ക്കാണ്. കാര്യം മംഗളവാർത്ത കിട്ടിയ അമ്മയ്ക്കാണല്ലോ. മംഗളവാർത്ത കിട്ടിയത് പിതാവിൻ്റെ കാര്യം ആരാണ് പറഞ്ഞത്? ആദ്യം അമ്മയോടല്ലേ പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിവില്ലേ എന്ന് ചോദിക്കണത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവരാണ്, നിങ്ങൾക്ക് അറിവില്ലേ? അപ്പോൾ ഈശോയെക്കുറിച്ചുള്ള അറിവിൽ ഒരറിവ് എന്താണ്? ബേസിക് അറിവെന്താണ്? ഈ അന്വേഷിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് എന്ന് വെച്ചാൽ, എന്തിനാണ് എന്നെ അന്വേഷിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ അന്വേഷിക്കണത് എന്തിനായിരിക്കണം എന്നാണ് ഈശോ പറയണത്. പറഞ്ഞ മനസ്സിലായ? എന്നെ അന്വേഷിക്കണത് എന്തിന് ആയിരിക്കണം? എന്തിനാണ് അന്വേഷിക്കേണ്ടത്? പിതാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എന്നെപ്പോലെ വ്യാപൃതനാകാൻ വേണ്ടിയാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടത്. ഓക്കെ അല്ലേ? മനസ്സിലായ? വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എന്തിനു വേണ്ടി എന്നെ അന്വേഷിക്കണം? എന്തിനു വേണ്ടി അന്വേഷിക്കണം? എന്നെപ്പോലെ നിങ്ങളും പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതയാകാൻ വേണ്ടിയാണ് എന്നെ അന്വേഷിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി ഒരു വിഷയം എന്ന് പറയുന്നത്, വേറെ അപ്പം വർദ്ധിപ്പിച്ചതിൻ്റെ പിറ്റേ ദിവസം ആൾക്കാർ വട്ടിയും കൊട്ടയും എടുത്ത് പഴയ ഓർമ്മയ്ക്ക് ഈശോൻ്റെ അടുത്ത് വന്നായിരുന്നു. അപ്പം വർദ്ധിപ്പിച്ച ഒരു ദിവസം സന്ധ്യക്കായിരുന്നു, വൈകുന്നേരം ആയപ്പോഴാണ്. കുറേ ആൾക്കാർ ഭക്ഷണം കഴിച്ച് കുറേ ആൾക്കാർ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ട് രാത്രി അവർ സപ്പറെല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, നാളെ അവൻ രാവിലെ അപ്പം വർദ്ധിപ്പിക്കും, അതുകൊണ്ട് നമുക്ക് വെളുപ്പിന്
കിട്ടണ വണ്ടിക്ക് പോയേക്കാന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷയും പിടിച്ചിട്ട് ആൾക്കാരെ വന്നിരിക്കുകയാണ്. അപ്പോഴേ ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കണതെന്ന് എനിക്ക് അറിയാം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ಕರ್ತರೆ ನಿನ್ನೆಯ ಮಂದಿರದಲ್ಲಿ ಇರಲು ಹರ್ಷಿಸುವೆ, ನಿನ್ನ ನಾಮವ ಭುಜಿಸಿ ಹಾಡುತ್ತ ನಾನು ಎಂದಿಗೂ ಆನಂದಿಪೆ. ಪ್ರೀತಿಯ ನನ್ನ ಸಹೋದರ ಸಹೋದರಿಯರೇ, ಕೃಪಾಸನ ಮಾತೆಯ ಕೃಪೆಯಿಂದ ನನಗೆ ನನ್ನ ಜೀವನದಲ್ಲಿ ಸಿಕ್ಕಿದಂತಹ ಅನುಗ್ರಹಗಳನ್ನು ಮಾತೆಯ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಬಂದು ನಿಂತು ಮಾತೆಗೆ ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸಲಿಕ್ಕೆ ನನಗೆ ಸಿಕ್ಕಿದ ಈ ಅವಕಾಶಕ್ಕಾಗಿ ದೇವರಿಗೆ ಅನಂತ ವಂದನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತೇನೆ. ನಾನು ಹೈಸ್ಕೂಲ್ ಟೀಚರ್. ಫಾದರ್ ಜೋಸಫರು ಹೇಳುವ ಹಾಗೆ ಯಾವ ಯೋಗ್ಯತೆಯೂ ಇಲ್ಲದೆ, ಮೆರಿಟೂ ಇಲ್ಲದೆ ನನಗೆ ದೇವರು ಕೊಟ್ಟಂತಹ ಒಂದು ಉದ್ಯೋಗ ಟೀಚಿಂಗ್ ಪ್ರೊಫೆಷನ್. ನನಗಿಂತಲೂ ಹೆಚ್ಚು ಅಂಕ ಗಳಿಸಿದಂಥ ರ್ಯಾಂಕ್ ಇರುವಂಥ ಎಷ್ಟೋ ವಿದ್ಯಾರ್ಥಿಗಳಿದ್ದರು. ಆದರೂ ನನಗೆ ದೇವರು ನನ್ನನ್ನು ಕರೆದು ಸೆಲೆಕ್ಷನ್ ಮಾಡಿ ನನಗೆ ಉದ್ಯೋಗವನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. ಈಗ ನಾನು HM ಆಗಿ ಕೆಲಸ ಮಾಡುತ್ತಾ ಇದ್ದೇನೆ. 4 ವರ್ಷ ಆಯಿತು ನನಗೆ ಪ್ರಮೋಷನ್ ಆಗಿ, ಅದು ಕೂಡ 0 ಮೆರಿಟಿನಿಂದ. ಯಾವುದು ನನ್ನ ಯೋಗ್ಯತೆಯಲ್ಲ. ಖಂಡಿತವಾಗಿ ನಾನು ಅದಕ್ಕೆ ದೇವರಿಗೆ ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸ್ತೇನೆ. ನನ್ನ ಯೋಗ್ಯತೆಯಿಂದ ನನಗೆ ಸಿಕ್ಕಿದಲ್ಲ, ದೇವರ ಕೃಪೆ ಕರುಣೆಯಿಂದ. ಆ ದೇವರೇ ನನ್ನನ್ನು ಮುನ್ನಡೆಸುತ್ತಾ ಇದ್ದಾರೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇಷ್ಟಪಡ್ತೇನೆ. ನಾನು 2022ರಲ್ಲಿ ನಾನಿಲ್ಲಿ ಬಂದು ಒಡಂಬಡಿಕೆ ಮೊದಲ ಬಾರಿಗೆ ಮಾಡಿದ್ದು. ಅದರ ನಂತರ ಒಂದು ಸಲ ನಾನು ಕಳೆದ ವರ್ಷ ಇಲ್ಲಿ ಬಂದು ಸಾಕ್ಷ್ಯ ಹೇಳಿದ್ದೇನೆ. ಇದು ನನ್ನ 2ನೇ ಸಾಕ್ಷ್ಯ. ನವಂಬರ್ ತಿಂಗಳಲ್ಲಿ, ನವಂಬರ್ 2024ರಲ್ಲಿ ನನಗೆ ಹೆರ್ಪಸ್ ಝೋಸ್ಟರ್ ಅಂತ ಹೇಳಿಕೊಂಡು ಒಂದು ಕಠಿಣವಾದಂತಹ ಒಂದು ಕಾಯಿಲೆ ಉಂಟಾಯಿತು. ನಮ್ಮ ಕಡೆ ಎಲ್ಲ ಕನ್ನಡದಲ್ಲಿ ಅದಕ್ಕೆ ಸರ್ಪ ಸುತ್ತು ಅಂತ ಹೇಳ್ತಾರೆ. ಕುತ್ತಿಗೆಯ ಸುತ್ತಲೂ ಗುಳ್ಳೆ ಥರ ಬಂದು ಬಹಳ ಕೆಟ್ಟದಾದ ನೋವನ್ನು ಕೊಡುವಂತಹ ಒಂದು ರೋಗ ಅದು. ಅಥವಾ ಸೊಂಟದಲ್ಲಿ ಬರ್ತದೆ, ಎದೆಯಲ್ಲಿ ಬರ್ತದೆ. ಅದರ ನೋವು ಎಷ್ಟು ಅಂದರೆ ಅದು ತಾಳಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. ಅಷ್ಟು ಕಠಿಣವಾದಂತಹ ನೋವು, ಉರಿ, ಅದನ್ನು ಸಹಿಸಲಿಕ್ಕೆ ಅಸಾಧ್ಯವಾದದ್ದು. ಆ ರೀತಿಯ ಒಂದು ರೋಗ ನನಗೆ ಬಂದಾಗ ಮಾತೆಯ ಉಡಂಬಡಿಕೆಯ ತೈಲ ಹಾಗೂ ಉಪ್ಪು ಅದನ್ನು ನಾನು ಉಪಯೋಗ ಮಾಡಿಕೊಂಡ ಕಾರಣ ನನಗೆ ಕೆಲವೇ ದಿನಗಳಲ್ಲಿ ಅದು ನನಗೆ ಕಡಿಮೆ ಆಯಿತು. ಸಾಧಾರಣವಾಗಿ ಆ ರೋಗ ಬಂದವರಿಗೆಲ್ಲ 15ರಿಂದ 20, 1 ತಿಂಗಳು, 2 ತಿಂಗಳು ಆ ನೋವು ಅವರು ಅನುಭವಿಸಿದ್ದು ನನಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತಿದೆ. ಉಳಿದವರು ಹೇಳಿದ್ದಾರೆ ನನ್ನ ಹತ್ರ, ಅದು ಬಹಳ ಡೇಂಜರ್ ರೋಗ. ಅದು ಸುತ್ತು ಹಾಕಿದರೆ ಅದು ತೀರಿ ಹೋಗ್ತಾರೆ, ಮರಣ ಹೊಂದುತ್ತಾರೆ. ಅಂತಹ ಕೆಟ್ಟದಾದ ಕಾಯಿಲೆ ಅದು. ಆದರೆ ನನಗೆ ದೇವರ ಕೃಪೆಯಿಂದ ಕೇವಲ 1 ವಾರದಲ್ಲಿ ಅದು ಕಡಿಮೆ ಆಯಿತು. ನಾನು ಡ್ಯೂಟಿಗೆ ಬರಲು ಸಾಧ್ಯ ಆಯಿತು ನನ್ನಿಂದ. ಆದರೆ ಒಂದು ಕೆಟ್ಟ ಒಂದು ಸಮಸ್ಯೆ ನನ್ನನ್ನು ಆವರಿಸಿತು. ಇಡೀ ಶರೀರದಲ್ಲಿ ಎಲ್ಲ ನನಗೆ ಅದು ತುರಿಕೆ ಶುರುವಾಯಿತು. ತುರಿಕೆ ಅಂದರೆ ದೊಡ್ಡ ಗುಳ್ಳೆ ಥರ ಅದು ಕಾಣಲಿಕ್ಕೆ ಶುರುವಾಯಿತು. ಅದು ಬಹಳ ಕಷ್ಟ ಆಯಿತು ನನಗೆ ಸಹಿಸ್ಕೊಳ್ಳಿಕ್ಕೆ. ಮಾತೆಯ ಒಡಂಬಡಿಕೆಯ ತೈಲವನ್ನು ನಾನು ಲೇಪಿಸ್ತಾ ಇದ್ದೆ, ಉಪ್ಪನ್ನು ತೆಗೆದುಕೊಳ್ಳುತ್ತಾ ಇದ್ದೆ. ಆ ಮುಖಾಂತರವಾಗಿ ಸ್ವಲ್ಪ ನೋವು ನನಗೆ ಕಡಿಮೆ ಕೊಡ್ತಾ ಇತ್ತು. ಹಾಗೆ ನಾನು ಡಿಸೆಂಬರ್ 4ನೇ ತಾರೀಕು ಇಲ್ಲಿಗೆ ಬಂದೆ. ಇಲ್ಲಿಗೆ ಬಂದು ಅಲ್ಲಿ ನಾವು ಹಾಕುವಂತಹ ಒಂದೊಂದು ಬೊಟ್ಟು ಎಣ್ಣೆಯ ತೆಗೆದು ನಾನು ನನ್ನ ಶರೀರದಲ್ಲಿ ಲೇಪನ ಮಾಡಿದೆ. ಅದೇ ದಿನ ನಾನು ಮಂಗಳೂರಿನವಳು. ನಾನು ಅಲೆಪ್ಪಿ ಟ್ರೈನಲ್ಲಿ ದಿನಾಲು ಯಾವಾಗಲೂ ನಾನು ಬರುವುದು. ಇದು 10ನೇ ಸಲ ನಾನು ಇಲ್ಲಿಗೆ ಬರ್ತಾ ಇರೋದು. ಪ್ರತಿ 3 ತಿಂಗಳಿಗೊಮ್ಮೆ ನಾನು ಇಲ್ಲಿ ಬಂದು ಒಡಂಬಡಿಕೆ ಮಾಡುತ್ತಾ ಇರುವಂತಹ ಒಬ್ಬಳು ವ್ಯಕ್ತಿ. ಯಾವತ್ತೂ ನಾನು ಒಡಂಬಡಿಕೆಯಿಂದ ದೂರ ಉಳಿದಿಲ್ಲ. ಆ ಮಾತಿನ ನನ್ನ ಕೈ ಹಿಡಿದು ಮುನ್ನಡೆಸ್ತಾ ಇದ್ದಾರೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನನಗೆ ಭಾಳ ಸಂತೋಷ ಆಗ್ತದೆ. ಅಷ್ಟು ದೂರದಿಂದ ಎಲ್ಲರೂ ಹೇಳ್ತಾ ಇದ್ದರು, ಅವಳಿಗೆ ಏನು ಹುಚ್ಚ, ಯಾಕೆ ಅಷ್ಟು ದೂರ ಹೋಗ್ತಾ ಇದ್ದಾಳೆ, ಯಾಕೆ ಈ ಪೇಪರ್ನ ಈ ರೀತಿ ಕೊಡ್ತಾ ಇದ್ದಾಳೆ ಅಂತೇಳಿ ಗೇಲಿ ಮಾಡಿದವರು ಇದ್ದಾರೆ. ಆದರೆ ಅದರ ಅನುಗ್ರಹ ಅನುಭವಿಸಿದವರಿಗೆ ಮಾತ್ರ ಗೊತ್ತಾಗುವುದು ಅನುಗ್ರಹದ ಮಹತ್ವ ಏನು ಅಂತ ಹೇಳಿಕೊಂಡು. ಆ ಅನುಗ್ರಹದ ಮಹತ್ವವೇ ಇದು 2ನೇ ಸಲ ನನ್ನನ್ನು ಇಲ್ಲಿ ತಂದು ನಿಲ್ಲಿಸಿದೆ. ಆ ತುರಿಕೆ ಬಹಳ ಕೆಟ್ಟದಾಗಿ ನನ್ನನ್ನು ಕಾಡಿಸ್ತಾ ಇತ್ತು. ಇಲ್ಲಿ ಬಂದೆ, ಆ ಎಣ್ಣೆ ಹಚ್ಚಿದೆ. ಅದೇ ದಿನ ಟ್ರೈನಲ್ಲಿ ಹೋಗ್ತಾ ಇದ್ದಾಗ ಸುಮಾರು, ನೀವು ನಂಬ್ತೀರೋ ಇಲ್ಲವೋ, ಒಂದು ಮಧ್ಯರಾತ್ರಿಯವರೆಗೂ ಇಡೀ ಶರೀರ ನನಗೆ
ತುರಿಸಿ ತುರಿಸಿ ದಪ್ಪ ದಪ್ಪದ ಗುಳ್ಳೆ ಕಂಡು ಬಂದಿತ್ತು ನನ್ನ ಶರೀರದಲ್ಲಿ. ಬಹಳ ನೋವಾಯಿತು ನನಗೆ. ಕೊನೆಯಲ್ಲಿ ಆವತ್ತು ಕಂಡು ಬಂದಂತಹ ಆ ತುರಿಕೆ ಇವತ್ತಿನವರೆಗೂ ಮತ್ತೆ ಅದು ಮರುಕಳಿಸಲಿಲ್ಲ ಎಂದು ಹೇಳಲಿಕ್ಕೆ ನಾನು ಬಹಳ ಖುಷಿ ಪಡುತ್ತೇನೆ. ಮಾತೆಯ ಆಶೀರ್ವಾದದಿಂದ, ಕೃಪಾವರದಿಂದ ಮಾತೆ ಅದನ್ನು ನನ್ನ ಶರೀರದಿಂದಲೇ ತೆಗೆದುಬಿಟ್ಟರು. ಅದಕ್ಕೆ ಮೇರಿ ಮಾತೆಗೆ, ಯೇಸು ಸ್ವಾಮಿಗೆ 1000 ಕೃತಜ್ಞತೆಯನ್ನು ನಾನು ಸಲ್ಲಿಸ್ತೇನೆ. ಇನ್ನೊಂದು ಏನಂದರೆ, ಡಿಸೆಂಬರ್ 18ನೇ ತಾರೀಕು ನಮ್ಮ ಸ್ಕೂಲ್ ಡೇ. ಅದೇ ದಿನ ನಾನು ಸ್ಟೇಜ್ ಹತ್ತಬೇಕಾದ್ರೆ ಕಾಲು ಜಾರಿ ಬಿದ್ದುಬಿಟ್ಟೆ. ಅಲ್ಲೇ ನನ್ನ ಕಾಲಿನ ಸೈಡಿನಲ್ಲಿ ಒಂದು ಸಣ್ಣ ಕ್ರ್ಯಾಕ್ ಮತ್ತು ಬೆರಳಿನ ಮುಂಭಾಗದಲ್ಲಿ ಸ್ವಲ್ಪ ಮೇಲ್ಗಡೆ ಒಂದು ಕ್ರ್ಯಾಕ್. ಹಾಗೆ ನಾನು POP ಬ್ಯಾಂಡೇಜ್ ಹಾಕಬೇಕಾಗಿ ಬಂತು. ಕೆಲವು ದಿನಗಳು ನಾನು ರೆಸ್ಟ್ ತಗೊಳ್ಬೇಕಾಗಿ ಬಂತು. ಸುಮಾರು 55 ವರ್ಷ ಪ್ರಾಯ ನನಗೀಗ. ನನ್ನ ಸಹೋದರಿಯರು 5 ಮಂದಿ ಸಿಸ್ಟರ್ಸ್, ಮಗ ಡಾಕ್ಟರ್, ಅವರೆಲ್ಲರೂ ನನ್ನನ್ನು ಹೆದರಿಸಿದರು. ನೋಡು, ನಿನ್ನ ಪ್ರಾಯ ಇದು ಎಲುಬುಗಳು ಕೂಡುವ ಸಮಯ ಅಲ್ಲ, ತುಂಬ ಜಾಗ್ರತೆ ಮಾಡಬೇಕು. 3 ತಿಂಗಳು ನೀನು ಕೂತಲ್ಲೇ ಇರಬೇಕು, ಇಲ್ಲ ಅಂದರೆ ಖಂಡಿತ ನಿನಗೆ ಅದು ಮತ್ತೆ ಕೂಡುವುದಿಲ್ಲ. ನಿನ್ನ ಜೀವನ ಪರ್ಯಂತ ನೀನು ಒಂಟಿ ಕಾಲಲ್ಲಿ ಅಥವಾ ಬಹಳ ಕಷ್ಟಪಟ್ಟು ನೀನು ನಡೆಯಬೇಕಾದ ಪರಿಸ್ಥಿತಿ ನಿನಗೆ ಬರ್ತದೆ. ಜಾಗ್ರತೆ ಮಾಡು ಅಂತ ಇದೇ ಎಲ್ಲರೂ ಹೇಳುವಂಥದ್ದು. ನಾನು ನನ್ನ ತಾಯಿಯಲ್ಲಿ ನಂಬಿಕೆ ಇರುವ ಕಾರಣ ನನ್ನ ತಾಯಿಯಲ್ಲಿ ನಾನು ಹೇಳಿಕೊಂಡೆ, ತಾಯಿ ಅವರು ಏನು ಹೇಳ್ತಾರೆ ಅಂತ ಅವರಿಗೆ ತಿಳಿಯೋದು. ನನಗೆ ವಿಶ್ವಾಸ ಇದೆ, ನೀನು ನನ್ನನ್ನು ಪುನಃ ನನ್ನನ್ನು ಡ್ಯೂಟಿಗೆ ನೀನು ತಗೊಳ್ತೀಯ ಅಂತ ನಾನು ನನ್ನ ತಾಯಿಯಲ್ಲಿ ಹೇಳಿಕೊಂಡೆ. ಹಾಗೆಯೇ ತಾಯಿಯ ಉಡಂಬಡಿಕೆಯ ತೈಲವನ್ನು, ಉಪ್ಪನ್ನು ಎಲ್ಲವನ್ನು ನಾನು ತೆಗೆದುಕೊಳ್ಳುತ್ತಾ ಇದ್ದೆ. ನೀವು ನಂಬ್ತೀರೋ ಇಲ್ವೋ, 3ನೇ ವಾರದಲ್ಲಿ ನಾನು ಡ್ಯೂಟಿಗೆ ಹೋಗಿದ್ದೇನೆ. ಸ್ವಲ್ಪ ನೋವು ಕೊಡ್ತಾಯಿತ್ತು, ಕಾಲು ಬಾತಿತ್ತು, ಆದರೂ ಪರವಾಗಿಲ್ಲ. ಹಾಗೆ ನಡೆದುಕೊಂಡು ನಾನು ಚರ್ಚಿಗೂ ಹೋದೆ. ದಿನಾಲು ಚರ್ಚಿಗೆ ಹೋಗ್ತಾ ಇದ್ದೆ. ಒಂದು 3 ವಾರ ನನ್ನನ್ನು ಕೂತುಗೊಳಿಸಿ ಬಿಟ್ಟಿತ್ತು, ಪೂಜೆಯಿಂದ ದೂರ ಮಾಡಿ. ಬಹಳ ಬೇಸರ ಅನ್ನಿಸಿತು. ಆದರೂ ಪರವಾಗಿಲ್ಲ, 1 ತಿಂಗಳು ನಾನು 100 ರೂಪಾಯಿ ಖರ್ಚು ಮಾಡಿ ಡೈಲಿ ಪೂಜೆಗೆ ಹೋದವಳು. ಬಹುಶಃ ಇಲ್ಲಿ ಯಾರು ಇದ್ದೀರೋ ನನಗೆ ಗೊತ್ತಿಲ್ಲ. ಡೈಲಿ 100 ರೂಪಾಯಿ ಖರ್ಚು ಮಾಡಿ ಪೂಜೆಗೆ ಹೋಗುವವರು. ಅಲ್ಲಿ ಕೂಡ ನನ್ನನ್ನು ಅವಮಾನ ಮಾಡಿದವರು ಇದ್ದಾರೆ. ಯಾಕೆ 100 ರೂಪಾಯಿ ಖರ್ಚು ಮಾಡಿಕೊಂಡು ಚರ್ಚಿಗೆ ಬರ್ತೀರಾ ಅಂತ ಹೇಳ್ಕೊಂಡು. ಅದರ ಪರಿಣಾಮ ನಾನು ಇಲ್ಲಿ ನಿಂತಿದ್ದೇನೆ ಅಂತ ಬಹಳ ಹೆಮ್ಮೆಯಿಂದ, ಖುಷಿಯಿಂದ ನಾನು ಹೇಳ್ತೇನೆ. ಯಾವುದೂ ನನ್ನ ಸಾಮರ್ಥ್ಯ ಅಲ್ಲ, ಎಲ್ಲವೂ ನನ್ನ ತಾಯಿಯ ಜೀಸಸ್ನ ಗಿಫ್ಟ್ ಅಂತ ಮಾತ್ರ ನಾನು ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತೇನೆ. ಅವರ ಮೆರಿಟಿನಿಂದಾಗಿ ಮಾತ್ರ, ಅವರ ಕೊಡುಗೆಯಿಂದಾಗಿ ಮಾತ್ರ ನಾನಿಂದು ಡ್ಯೂಟಿ ಮಾಡ್ತಾ ಇದ್ದೇನೆ, ಇಲ್ಲಿ ನಾನು ನಿಂತಿದ್ದೇನೆ. ಇನ್ನೊಂದು ದೊಡ್ಡ ವಿಚಾರ ಏನೆಂದರೆ, ಆ ರೀತಿ ಕಾಲು ಗುಣ ಆಯಿತು, ಚರ್ಚಿಗೆ ಹೋಗಲಿಕ್ಕೆ ಆರಂಭ ಆಯಿತು. SSLC ಎಕ್ಸಾಮ್ ನಡೀತಾ ಇದೆ, ನನಗೆ ಡ್ಯೂಟಿ ಇದೆ. ನಿನ್ನೆ ಮತ್ತು ಇವತ್ತು ಎಕ್ಸಾಮ್ ಇಲ್ಲ. ಇವತ್ತು ಮತ್ತು ನಾಳೆ, ನಿನ್ನೆ ಇತ್ತು, ಇವತ್ತು ಮತ್ತು ನಾಳೆ ಎಕ್ಸಾಮ್ ಇಲ್ಲ. ನಾಡಿದ್ದು ಶುಕ್ರವಾರ ಪುನಃ ನಾನು ಡ್ಯೂಟಿಗೆ ಹಾಜರಾಗಬೇಕಾಗಿದೆ. ಆಗಲೂ ನನ್ನ തായിലെ ഞാൻ ಹೇಳಿಕೊಂಡೆ 2-3 സ്റ്റെപ്പല്ല. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഷീജ ജോസഫ്. ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂർ എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ 23, 2023 സെപ്റ്റംബർ 26-ാം തീയതിയാണ്. ആദ്യം അത് ഉടമ്പടി വഴി എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറ്റിയാണ് ഞാൻ സാക്ഷ്യപ്പെടുന്നത്. ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വയ്ക്കാത്ത ഒരു കാര്യമാണ് ഫസ്റ്റിൽ എനിക്ക് കിട്ടിയത്. അതെൻ്റെ രോഗസൗഖ്യമാണ്. 2017 മുതൽ എനിക്ക് ഞരമ്പിൻ്റെ അസ്വസ്ഥത ഉണ്ടായിരുന്നു. അതിന് ആദ്യമായിട്ട് എനിക്ക് മനസ്സിലായത് എൻ്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞായിരുന്നു, ഞാൻ കണ്ണിന് നീര് വരികയായിരുന്നു. അപ്പോൾ ഞാനൊരു കണ്ണ് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു കണ്ണിനല്ല പ്രശ്നം, നിങ്ങളുടെ ഞരമ്പിനാണെന്ന്. അങ്ങനെ ഞാനൊരു ന്യൂറോ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ എനിക്ക് മെഡിസിൻ തരികയും ജോലിയൊന്നും ചെയ്യരുത്, അതായത് ഫുൾ റെസ്റ്റ് എടുക്കണം, 1 കിലോ പോലും ഒരു സാധനം തൂക്കരുത്, ഒരു പണി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു മെഡിസിൻ കഴിച്ചുകൊണ്ട് റെസ്റ്റിലൂടെ പോവുകയായിരുന്നു. അപ്പം നമ്മൾ സ്പീഡിലൊക്കെ നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. നടക്കുമ്പോൾ എൻ്റെ കാലിനിങ്ങനെ മിന്നി പിടിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഞാൻ ഓട്ടോറിക്ഷയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ബസ്സിലൊക്കെ കയറുമ്പോഴേ എനിക്കിങ്ങനെ കൈ ഇങ്ങനെ ബസ്സിൽ പിടിക്കാൻ എനിക്ക് പ്രയാസമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബസ് അലയുന്നതനുസരിച്ചിട്ട് എനിക്ക് പ്രയാസപ്പെടുമായിരുന്നു. എന്നാൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയായിരുന്നു ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഞാൻ പലരും നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ ഈ പത്രം എനിക്ക് തരുമായിരുന്നു. പക്ഷേ എനിക്ക് ഇതിനോടൊരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഞാനത് വാങ്ങിച്ചിട്ട് വെറുതെ അങ്ങ് വെക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ചുമ്മാ ഇരുന്നപ്പോൾ യൂട്യൂബിനകത്ത് ഇവിടുത്തെ ഒരു പ്രസംഗങ്ങൾ, സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്യപ്പോഴാണ് ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്നും ഇങ്ങനെയാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാവുമെന്ന് ഞാൻ അറിയാനിടയായി. അങ്ങനെ ഞങ്ങളുടെ ഒരു അപ്പാപ്പനെ അഭിരുചിത് പെട്ടെന്ന് ഒരു പ്രഷറിൻ്റെ അസ്വസ്ഥത കൂടുകയും എല്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിസിൻ എടുക്കുകയും പുള്ളിക്ക് യാതൊരുവിധ സൗഖ്യം ഉണ്ടാവാതിരിക്കുകയും ഞങ്ങൾ അപ്പാപ്പനെ
അപ്പാപ്പനോട് ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കാമെന്ന് വെച്ചപ്പോൾ പ്രായം കൂടുതലായതുകൊണ്ട് അപ്പാപ്പന് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പാപ്പനെ ഇവിടെ ഇരുത്തിയിട്ട് ഞാനാണ് അന്നേരം ഉടമ്പടി എടുത്തത്. അതിൻ്റെ അപ്പാപ്പൻ്റെ കാര്യം ഞങ്ങൾ നിയോഗമായിട്ട് വെക്കുകയും പിന്നെ എന്നാൽ പുള്ളിയുടെ ദേഹത്തെ നീരൊക്കെ മാറി പ്രഷർ ഒരുങ്ങും നോർമലാവുകയും ചെയ്തു. അപ്പം തൊട്ട് എനിക്കത് വിശ്വാസമായി. പിന്നെ ഞാൻ ഈ ഉടമ്പടി ജീവിതത്തിലായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ എല്ലാ മാസം കറക്റ്റ് ഞാനിവിടെ നിന്ന് പത്രം മേടിക്കുക, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക എല്ലാം ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ രോഗത്തെ പറ്റിയ രോഗസൗഖ്യത്തിനൊന്നും ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്നില്ല. വേറെ എൻ്റെ കാര്യങ്ങളായിരുന്നു ഞാൻ വെച്ചിരുന്നത്. പക്ഷേ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഈ രോഗം എനിക്ക് സൗഖ്യമാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ജോലി ചെയ്യാനും നടക്കാനും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ രോഗം എനിക്ക് ഞാൻ പോലും അറിയാതെ എനിക്ക് അത് സൗഖ്യമാക്കി തന്നിരുന്നു. യേശുവേ നന്ദി, യേശു സ്തുതി. കാരണം എനിക്ക് അല്ലെങ്കിൽ ഈ ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ശരീരത്തിൽ നീരാവുക, എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ വയ്യാതാവുക, കണ്ണിന് ഭയങ്കര അസ്വസ്ഥ ഉണ്ടാവുക, അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ കണ്ണ് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ കണ്ണ് ഡോക്ടർ എനിക്കിങ്ങനെ കണ്ണാടി തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കണ്ണാടി വെച്ചിട്ട് ഞാൻ വായിച്ചാൽ എനിക്കൊരു 10 മിനിറ്റിനുള്ളിൽ എനിക്ക് വായിക്കാൻ പറ്റത്തില്ല, കണ്ണാടി മാറ്റും, കണ്ണിന് വേദനയാവും. പക്ഷേ ഇവിടെ വന്നിട്ട് ഈ ഉടമ്പടി തൈലമൊക്കെ ഞാനിങ്ങനെ പൂശുമായിരുന്നു, തേൻ കഴിക്കുമായിരുന്നു, ഉപ്പ് കഴിക്കുമായിരുന്നു. ഞാൻ അനേകം മക്കളിലോട്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഈ ഇവിടത്തേക്ക് കൊണ്ടുവരാനും അവരെ ഇവിടെ കിട്ടുന്ന അനുഗ്രഹത്തെ പറ്റി പറയാനും ഞാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ അനേകം മക്കൾ ഇവിടെ വരികയും ചെയ്തു. അവർക്കെല്ലാം അവരുടേതായ രീതിയിൽ അവർ വെച്ചിരുന്ന ഈ നിയോഗങ്ങളെല്ലാം അവർക്ക് കിട്ടുകയും അവർ ഓരോരുത്തർ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഫസ്റ്റിലെ നിയോഗം വെച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു എൻ്റെ രോഗസൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ ഞാൻ എല്ലാവരോടും പറയാൻ തുടങ്ങി. അങ്ങനെ അനേകം മക്കൾ വരികയും അവർക്കും ഇങ്ങനെ സൗഖ്യം കിട്ടുകയും ചെയ്തിരുന്നു. അതിനുശേഷം എൻ്റെ മകളുടെ എനിക്ക് മക്കൾ 3 ഇവൾ മൂത്തതാണ്, ഇളയവളുണ്ട്. അപ്പോൾ അവളുടെ ഒരു അഡ്മിഷൻ വന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഈ കൊച്ചിൻ്റെ അഡ്മിഷൻ എന്താവുമെന്ന് ഞങ്ങൾ ചുമ്മാതെ പോയി അഡ്മിഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാൻ ചെയ്യില്ല. അവർ ഞങ്ങൾക്ക് പെട്ടെന്ന് പൈസ ഇല്ലാതെ തന്നെ അഡ്മിഷൻ തരികയും ചെയ്തിരുന്നു. അങ്ങനെ അവൾ BSc നഴ്സിങ്ങിന് പഠിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പൈസ കൊടുക്കാനല്ല, പെട്ടെന്ന് ഞങ്ങളെ ആ ഒരു സമയത്ത് ഒരാൾ ഞങ്ങളെ സഹായിക്കുകയും ആ പൈസ കൊടുക്കാൻ ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ വന്ന് ലോൺ കൊടുത്തു. ലോണിന് പെട്ടെന്ന് ഞങ്ങൾക്ക് സാങ്ഷനാക്കി തന്നു. ഞാൻ ആ മാനേജറെ അടുത്ത് ചെന്നപ്പം മാനേജർ പറഞ്ഞത് എനിക്ക് മോള് പഠിക്കുന്ന കോളേജിനെ പറ്റി അറിയാം, അവിടെ എല്ലാം നല്ല ക്രിസ്ത്യൻസാണ്, നല്ല ഇതാണെന്ന് പറയുകയും എൻ്റെ കയ്യിൽ നിന്ന് പത്രം മേടിച്ച് ആ മാനേജർ വെക്കുകയും ഫസ്റ്റിലെ ലോൺ എനിക്ക് തന്നെ സാങ്ഷനാക്കി തരികയും എനിക്ക് പൈസയ്ക്കോ കുഞ്ഞിൻ്റെ ഒരു അഡ്മിഷനോ ഒരു പ്രയാസം ഉണ്ടാവാതിരിക്കുകയും ചെയ്തു. എന്നാൽ കുഞ്ഞവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾക്കവിടെ പഠിക്കാൻ വയ്യെന്നും ഞാൻ പഠിക്കുന്നില്ലെന്ന് പറഞ്ഞ കൊച്ച് നന്നായിട്ട് പഠിക്കും, 99.4% മാർക്കുള്ള കുട്ടിയായിട്ടും അവൾക്ക് പഠിക്കാൻ വയ്യെന്നും പറഞ്ഞ് അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞാനോർത്ത് ദൈവമേ ഇതെന്ത് ചെയ്യും. അങ്ങനെ ഞാൻ സാക്ഷ്യം കേട്ടപ്പോൾ ഒരു മോളുടെ സാക്ഷ്യം ഞാൻ ഇതുപോലെ കേട്ടു. അവൾക്ക് പഠിക്കാൻ വയ്യാതിരുന്നപ്പോൾ അവളിങ്ങനെ പ്രാർത്ഥിക്കുകയും വീണ്ടും അവളവിടെ പിടിച്ച് നിൽക്കുകയും ഞാൻ അങ്ങനെ പറഞ്ഞു മാതാവിനോട് പറഞ്ഞു, മാതാവേ അമ്മ ഉണ്ണീശയെ കാത്തു പരിപാലിച്ചാൽ എൻ്റെ കുഞ്ഞിനെ അവിടെ കാത്തു പരിപാലിക്കണം, ഇത്രയും പൈസ മുടക്കി ഞാൻ ഈ കുഞ്ഞിനെ അവിടെ കൊണ്ടാക്കിയിട്ട് അവൾ തിരിച്ചു വരാൻ ഇടയാകരുതേ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവൾ പതുക്കെ കൊണ്ട് അവിടെ നിൽക്കുകയും അവളവിടെ പ്രാർത്ഥനയ്ക്ക് പോവുകയും അവിടെ സിസ്റ്റേഴ്സിൻ്റെ ഇതാണ് അവിടെ കൊന്തയ്ക്ക് പോവുകയും എല്ലാം ചെയ്തു. അവളവിടെ പ്രയർ ഗ്രൂപ്പിലൊക്കെ ഇതായി, ജീസസ് യൂത്തിലൊക്കെ ആയി. ദൈവത്തിൻ്റെ കൃപയാൽ 2 സെം എക്സാം എഴുതി അവൾക്ക് നല്ല മാർക്കോടുകൂടി അവൾ പാസ്സാവുകയും ചെയ്തു. ഇപ്പോഴവൾ വലിയ കുഴപ്പമില്ലാതെ ദൈവറിയാലെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം എനിക്കൊരു വീട് വെച്ചിട്ട് 18 വർഷമായി. അതിൻ്റെ മെയിൻ്റനൻസ് പണി ഒന്ന് പൂർത്തിയാക്കാനും ഒരു ചുറ്റുമതിൽ കെട്ടാനും വരുന്നവരെല്ലാം എന്നോട് ചോദിക്കും. ഞങ്ങളുടെ ഇവിടെയുള്ള എല്ലാവരും വീട് ശരിയായിട്ട് ഞങ്ങളുടെ ഇത് മാത്രം ശരിയാവുന്നില്ല. ഓൾറെഡി ഞാനൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ഞാൻ അനേകം മക്കളെ ദൈവത്തിലോട്ട് അടുപ്പിച്ചിട്ടും അവരുടെ കാര്യങ്ങളെല്ലാം സാധിക്കുന്നില്ല, എൻ്റെ കാര്യം സാധിക്കുന്നില്ല. അങ്ങനെ ഞാനതൊരിവിടെ ഒരു നിയോഗം പോലെ വെക്കുകയും ദൈവകൃപയാൽ 1 വർഷം ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ഈ കഴിഞ്ഞ മാർച്ച് 1-ാം തീയതി എൻ്റെ വീട് നല്ല ദൈവ അനുഗ്രഹപ്രദമായി അതിന് ചുറ്റുമതിലും കെട്ടി ഞങ്ങൾ വിചാരിച്ച രീതിയിൽ ശരിയാക്കാനും ഞങ്ങൾക്ക് ദൈവം കൃപ ചെയ്തു. അതിന് ശേഷം ഞാൻ വീണ്ടും അനേകം മക്കളെ എൻ്റെ അനുഗ്രഹം കിട്ടിയ ശേഷം ഞാൻ അനേകം മക്കൾക്ക് ഇവിടെ വരുമ്പം ഉപ്പ്, തേന്, അതുപോലെ തന്നെ കാശ് രൂപ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുകയും പത്രം കൊടുക്കുകയും എൻ്റെ വീട്ടിൽ ജോലിക്ക് വന്ന അനേകം മക്കളെ ഞാനിത് പറയുകയും അനേകർക്ക് വിശ്വാസത്തിലൊരു നയിക്കുകയും ഞാൻ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇതെൻ്റെ 2ാമത്തെ മകളാണ്. ഇവൾ CA പാസ് ഔട്ടായ സാക്ഷിയാണ്. അത് ഇവൾ തന്നെ പറയും. എൻ്റെ പേര് ജോസ്മി ജോസഫ്. ഞാൻ +2 കഴിഞ്ഞിട്ട് CA പഠിക്കാൻ തുടങ്ങിയതാണ്. എൻ്റെ ആദ്യത്തെ എല്ലാ അറ്റംപ്റ്റും ദൈവാനുഗ്രഹത്താൽ എനിക്ക് ഫസ്റ്റിൽ തന്നെ എല്ലാം പാസ്സായി വന്നു. CA ഫൈനൽ എഴുതുമ്പോൾ മാത്രം എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പം എൻ്റെ അമ്മ ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനറിയാതെ തന്നെ എൻ്റെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ. അങ്ങനെ ഞാൻ ആ അറ്റൻഡ് എഴുതിയ സമയത്ത് എനിക്ക് അമ്മ ഉപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതേപോലെ തന്നെ വിശുദ്ധ ബൈബിൾ എന്നും വായിക്കുമായിരുന്നു, വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ ബൈബിൾ ഞാൻ കൊണ്ടുപോയി ഉപ്പ് കഴിച്ചിട്ടാണ് പോയത്. അങ്ങനെ എക്സാം എഴുതി ഞാനത് റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. റിസൾട്ട് വരുന്ന സമയത്തും എനിക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈശോ മാതാവും ചേർന്ന് എനിക്ക് എൻ്റെ CA ഞാൻ പാസ്സായി. അതിനുശേഷം എനിക്ക് നല്ലൊരു ജോലിയും എനിക്ക് ലഭിച്ചു. അതിനും അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു നല്ലൊരു ജോലി ലഭിക്കാൻ. ആദ്യം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ ഞാൻ പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യാതെ തന്നെയാണ് അവരെന്നെ ഓഫീസിലേക്ക് എടുത്തത്. അങ്ങനെ ഞാനിപ്പോൾ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഞാൻ ഉടമ്പടി 2024 ഒക്ടോബറിൽ എടുത്തിട്ടുണ്ടായിരുന്നു.
പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ പിന്നെ ഞാൻ അറിയുന്ന എല്ലാ മക്കൾക്കും എൻ്റെ ഈ പത്രം ഞാൻ വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ ഞങ്ങളുടെ അടുത്തൊരു മഠമുണ്ട്, അവിടെ കുഞ്ഞു മക്കളെ നോക്കുന്നിടമാണ്. അവിടെ പോയി അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സന്ദർശിക്കുമ്പം പൈസ, ഈ മെഡിസിൻ ഒന്നും മേടിക്കാൻ പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്നവരെ അങ്ങനെ എനിക്ക് പ്രേരണ കിട്ടുന്നവർക്കെല്ലാം ഞാൻ അങ്ങനെ സാമ്പത്തികമായിട്ട് എന്നോട് ഒക്കുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഞങ്ങൾ പ്രെയർ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ, നമുക്കൊരാൾ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ എനിക്കത് അവരോട് ചോദിക്കണം, അല്ലെങ്കിൽ പിന്നെ അവരോട് എനിക്ക് മിണ്ടുന്ന ഒരു സ്വഭാവം ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ നമ്മൾ ഉടമ്പടി വന്നതിന് ശേഷം മറ്റുള്ളവരോട് ക്ഷമിക്കാനും അവർ ചെയ്യുന്നത് അവരറിവില്ലാതെ ചെയ്യുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, അനേകം മക്കളുടെ അവരെന്ത് ചെയ്താലും അത് അവരറിയാതാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ നമുക്ക് ദൈവം തന്നു. അതുപോലെ അരമണിക്കൂർ ബൈബിൾ വായിക്കാനും ജപമാല ചെല്ലാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കൃപ ദൈവം തരുന്നുണ്ട്. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ ചെവിക്ക് ഭയങ്കര വേദന വന്നിട്ട് ഇവിടെ ഇങ്ങനെ നീരാവുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം യൂട്യൂബിലൂടെ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ രോഗശാന്തി സമയത്ത് അച്ഛൻ പറഞ്ഞു ചെവിക്ക് അസ്വസ്ഥതയുള്ളവരെല്ലാം അവിടെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ പ്രാർത്ഥനയിൽ എനിക്കതങ്ങനെ സൗഖ്യപ്പെട്ടു. അത് യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.